നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. പ്രാർത്ഥനയോടുകൂടി മാത്രം കേൾക്കുക. അപ്പോൾ റീൽസ് കുറയ്ക്കുകയാണ് ഞാൻ. വലിയ വീഡിയോ വ്യൂ കുറയ്ക്കും ചാനലിൻ്റെ യൂട്യൂബ്. അതുകൊണ്ട് റീൽസ് കുറയ്ക്കുകയാണ്. ഒരു മന്ത്രം വേണമെങ്കിൽ ഇവിടെ ഞാൻ പറയും. അപ്പോൾ എല്ലാവരും കേൾക്കുക. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. അല്ലാത്തവർക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം. ഒരു മന്ത്രം ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടാൽ ഒരു ചെറിയ മന്ത്രം തരും. അത് വേണമെങ്കിൽ കേൾക്കുകയോ ജപിക്കുകയോ എഴുതിയെടുക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. മിസ്യൂസ് ചെയ്യുന്നവർ മാറി നിൽക്കുക. ടാരോ റീഡർമാരെയാണ് ഞാനിത് പറയുന്നത്. ഇത് കേൾക്കാൻ വരുന്ന പാവം ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ലവിനെ കുറിച്ചാണ്. നിങ്ങളുടെ പ്രണയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ജാതി, മതം, ബന്ധം, വയസ്സ് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നു. അവർക്ക് നിങ്ങളോട് എന്താണ് ഫീലിംഗ്? ഷീ ഓർ ഹി ആരുമാവാം അപ്പുറത്തിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. ഒരു കാർഡ് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും സെറ്റിൽ നിന്ന് ആ കാർഡ് കിട്ടും. അതുപോലുള്ള എനർജിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നിങ്ങൾ ആരാണോ കാണാനിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ കാർഡുകൾ കിട്ടുന്നത്. അതുകൂടി മനസ്സിലാക്കുക. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെയാണെന്ന് വിചാരിക്കാതിരിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും എടുക്കാം. അപ്പോൾ രണ്ടും പറയുന്നുണ്ട് ഞാൻ. നിങ്ങളുടെ നെഗറ്റീവ് റീഡിംഗ് ആയതുകൊണ്ടാണ് ആൾക്കാർ കുറവ് എന്നൊരു കമൻറ്റ് കണ്ടു. സഹോദരി മുഴുവൻ കാണാത്തതായിരിക്കാം. സഹോദരനോ സഹോദരിയെന്ന് ഞാൻ പേര് നോക്കിയില്ല. മുഴുവൻ കാണാത്തതുകൊണ്ടാണ്. രണ്ടും പറയുന്നുണ്ട്. ആദ്യം പോസിറ്റീവ് പറയുന്നുണ്ട്, പിന്നീട് നെഗറ്റീവ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ പോസിറ്റീവായ അനുഭവങ്ങളാണെങ്കിലും പല ആളുകൾക്ക് നെഗറ്റീവായ അനുഭവങ്ങളും ഉണ്ടാവും. അവർക്കറിയണ്ടേ അവരുടെ കാര്യം എന്താണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. താങ്കൾക്കിത് കേൾക്കാൻ താല്പര്യമില്ലച്ചാൽ മാറിപ്പോവാം. ചാനലിൽ വരാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലവ് മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നെ സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ സമയത്തും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു. കിങ് കപ്പാണ് ആദ്യത്തെ കാർഡിൽ വന്നിരിക്കുന്നത്. ഡെവിൾ വന്നു. ഞാനിനി മാറ്റി വയ്ക്കാമെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും കാർഡിൽ നിന്ന് വരും. എന്നാൽ കിങ് കപ്പും ഡെവിളും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി ഫിസിക്കൽ ബന്ധത്തിന് താല്പര്യമുണ്ട് ആ വ്യക്തിക്ക് എന്നാണ്. ഇനി ചാരിയറ്റാണ് വന്ന്. ടവർ വന്നു, ചാരിയറ്റ് വന്നു, ഫുൾ കാർഡ് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. തടസ്സങ്ങളാണ്. 6 കപ്പ് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ നല്ല മെസ്സേജുകളല്ലേ. പിന്നെ എങ്ങനെ നെഗറ്റീവ് എന്ന് പറയുന്നത്? യെസ്. അപ്പോൾ കിങ് കപ്പിന് ക്യൂൻ കപ്പും വന്നു. എന്നാൽ അവരെ അതിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഡെവിൾ എനർജി വന്നു. ഡെവിളിന് വേണ്ടിയാണ് മേ ബി വന്നിരിക്കുന്നത്. 5 കപ്പാണ്. വിരഹത്തിൻ്റെ കട്ടയാണ്. 8 വാണ്ടാണ്. പെട്ടെന്ന് ആരും അറിയാതെ നിങ്ങളിലേക്ക് വരാൻ, കാറ്റുപോലെ നിങ്ങളിലേക്ക് അണയാൻ ആഗ്രഹിക്കുന്ന ഒരു കാമുകനോ കാമുകിയോ ആണ്. പേജ് ഓഫ് കപ്പാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവുമെന്നാണ്. ഇതൊരു പോസിറ്റീവ് മെസ്സേജ് തന്നെയല്ലേ. എവിടെ ഇതിൽ നെഗറ്റീവ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ നോക്കാം. ലൂണ വന്നതുകൊണ്ട് തന്നെ അത്തം, രോഹിണി, തിരുവോണം. ഇനി ഹീലിയോസ് വന്നതുകൊണ്ട് തന്നെ കാർത്തിക, ഉത്രം, ഉത്രാടം. പോസിഡോൺ വന്നതുകൊണ്ട് തന്നെ അശ്വതി, മകം, മൂലം. നമ്പറുകൾ 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 16 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നമ്പറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഫോൺ നമ്പർ, വീട്ടു നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും നിങ്ങൾക്കോ അവർക്കോ ഉണ്ടോ നോക്കുക. നിങ്ങളുടെ റീഡിംഗ് ആയിരിക്കും. നമുക്കിവിടെ ഡെവിൾ വന്നതുകൊണ്ട് ആ എനർജി മാറാൻ വേണ്ടി, ഇനി ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം ചൊല്ലാം. ഓം ദിഗംബരായ നമഃ. ഇത് ശിവൻ്റെ ഒരു മന്ത്രമാണ്. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ ദിക്കുകളെ അമ്പരമാക്കിയവൻ, വസ്ത്രമാക്കിയവൻ എന്നാണ്. വേണമെങ്കിൽ ജപിക്കാം. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഒരു കാർഡ് ആദ്യം വരുന്നത്, അതിനനുസരിച്ചാണ് മറ്റുള്ള എല്ലാ കാർഡുകളും നമ്മൾ വായിക്കുക. ഇവിടെ റീഡിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് കിങ് കപ്പാണ്. അത് തരുന്ന സന്ദേശങ്ങൾ, തരാൻ കഴിയാത്ത പ്രണയം കയ്യിൽ പിടിച്ചിരിക്കുന്നൊരു രാജാവ്. ഈ രാജാവ് കുടുംബനാഥനാണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബമാവാൻ ആഗ്രഹിച്ച് പ്രണയിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ 2 കുടുംബത്തിലിരുന്ന് പ്രണയിക്കുന്നവരാവാം. മനസ്സിലായോ? ദമ്പതികളായിട്ട് സ്നേഹിച്ച് തീരുമ്പോഴേക്കും പിരിയേണ്ടി വന്ന ഇണകളാവാം. ഇനി 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും പരസ്പരം സ്നേഹം കൈമാറാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. ഇനി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ രാജാവ് കയ്യിലെ കപ്പും പിടിച്ച് എന്ത് വേണം എന്നറിയാതെ ഇരിക്കുന്നത്. ആൾ ഭയങ്കര പോസിറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റീഡിംഗ് ആണ് വരിക. ഇനി ഡെവിൾ നിന്നാൽ പോലും നമ്മൾ പോസിറ്റീവ് റീഡിങ്ങിൽ ഇങ്ങനെയാണ് പറയുക. കിങ് കപ്പും ഡെവിളും കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുമായി ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുമായി ഫിസിക്കൽ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള മോഹങ്ങളെക്കുറിച്ചാണ് ഡെവിൾ പറയുന്നത്. ആസക്തികൾ, അങ്ങനെയൊരു വിഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആസക്തികൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആസക്തിയില്ലേ, ഇനി കുറച്ച് സമ്പാദിക്കണം എന്ന ആസക്തിയല്ലേ, കുറച്ച് നല്ല വീട്, നല്ല വാഹനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, നന്നായി ജീവിക്കണം, സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്നു ജീവിക്കണം, ഇതൊക്കെ ആസക്തിയിൽ പെട്ടതാണ്. മെറ്റീരിയൽ വേൾഡ് എന്നാണ് ഡെവിൾ വന്നാൽ പറയേണ്ടത്. എന്നാൽ ചില കാർഡുകൾ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെവിൾ വന്നാൽ ഞാൻ പറയും 3 പേരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയും. അത് വേണമെങ്കിൽ നെഗറ്റീവ് മെസ്സേജിൽ ഞാൻ പറയും. ഇവിടെ പോസിറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിങ് കപ്പിന് നിങ്ങളെ ഫിസിക്കലായ ആഗ്രഹമുണ്ട്, ഒരു കുടുംബമായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്, എല്ലാ ആഡംബരവും ഇഷ്ടമാണ്, ഇത്തിരി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും. പുരുഷന്മാരാണെങ്കിൽ ലഹരി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അഡിക്ഷനാണ്, അതും ഡെവിൾ പറയും. നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അഡിക്ഷനാണ്, അത് നല്ലൊരു കാര്യമല്ലേ. നിങ്ങൾ അവരുടെ എല്ലാമാണ്, അവരുടെ ലോകമാണ്, നിങ്ങളോട് ലഹരിയാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ്, ഇതാണ് ഡെവിൾ പറയുന്നത് പോസിറ്റീവിൽ. അപ്പോൾ അതൊക്കെ നല്ല മെസ്സേജുകളല്ലേ. എന്നാൽ അവരെ മറ്റാരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുടുംബമുള്ളവരാണെങ്കിൽ, പങ്കാളിയുള്ളവരാണെങ്കിൽ, അത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത ഒരാളാണ്. അവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇവരെ അനങ്ങാൻ സമ്മതിക്കാത്ത, അമിതമായി കൺട്രോൾ ചെയ്യുന്ന, ഇവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്ന, ഇവർക്ക് താല്പര്യമില്ലെങ്കിലും ഇങ്ങോട്ട് കയറി ഇവരുടെ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും കൈകടത്തുന്ന ഒരാളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഡെവിൾ എനർജി വന്ന മറ്റൊന്ന് പറയാനുള്ളത്. ഇനി ബുദ്ധിരാക്ഷസനായിരിക്കും എന്ന് പറയും. നല്ല ഉയർന്ന ജോലിയുള്ള ആളായിരിക്കാം, ഉയർന്ന ശമ്പളമുള്ള ആളായിരിക്കാം, ഇനി IT മേഖലയായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറയാനുള്ളത് ആൾ കുറച്ച് താഴ്ന്ന ജാതിക്കാരനായിരിക്കാം, അതും പറയാം. പക്ഷേ കിങ് കപ്പും ഡെവിളും കൂടി വന്നാൽ നമുക്കത് പറയാൻ പറ്റില്ല. കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജിയാണ്. സവർണരുടെ മേഖലയിലാണ് ഈ കിങ് കപ്പ് ഇരിക്കുന്നതെങ്കിൽ ഡെവിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ക്ലാസ് ആയിരിക്കാം. അത് സാമ്പത്തികമല്ല, ജാതി കൊണ്ട്. അപ്പോൾ ഒരാൾ ഉയർന്ന ജാതി, മറ്റേ ആൾ താഴ്ന്ന ജാതി ആകുമ്പോഴാണ് ഈ കിങ് കപ്പിൻ്റെ കൂടെ ഡെവിൾ വരുന്നത്. അങ്ങനെയുണ്ടാവാം. ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് തന്നെ വരാറുണ്ട്, അവർ ഹൈ ക്ലാസ്സാണ്, നമ്മളിത്തിരി ലോ ആണെന്ന്. പണം കൊണ്ടല്ല, ജാതി കൊണ്ട്. ഇങ്ങനെ കൃത്യമായി ഓരോ മെസ്സേജും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ ആണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് അഡിക്ഷനാണ് എന്ന് മാത്രം എടുത്താൽ മതി. ഇവിടെ കാണാനിരിക്കുന്ന 1000 പേര് 1000 തരത്തിൽ ജീവിക്കുന്നവരായിരിക്കുക, 1000 കാര്യങ്ങളായിരിക്കും അവർക്ക്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ പറയണ്ടേ, കുറേയൊക്കെ പറയണ്ടേ, അതെല്ലാം പറഞ്ഞു. ഇനി ചാരിയറ്റും കിങ് കപ്പും കൂടി വായിക്കുകയാണെങ്കിൽ, കിങ് കപ്പും നിങ്ങളും ഇപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പോൾ ഇരുവഴി പിരിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി 2 പേരുടെയും മെൻറ്റാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരുപാട് സ്വപ്നം കാണുന്നു, അഡിക്ഷനാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് സത്യത്തിനെ അറിയാം, എന്താണ് സംഭവിക്കുക എന്നറിയാം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നറിയാം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, അതുകൊണ്ട് നടക്കില്ല. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ജാതി അന്തരം തന്നെയാണ് കാണിക്കുന്നത്. ഒരാൾ മുസ്ലിം ആവാം, ഒരാൾ ഹിന്ദു ആവാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവാം, അങ്ങനെ ആവാം. ഇനി ഹിന്ദുക്കളിൽ തന്നെ ഒരു 10,000 ജാതിയുണ്ട്, നമുക്കത് എല്ലാം എണ്ണി തീർക്കാൻ ഇന്ന് പറ്റില്ല. അതുപോലെ ജാതിയുടെ അന്തരമുണ്ട്. ഇനി സാമ്പത്തിക ഏറ്റക്കുറച്ചിലുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ രണ്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ദൂരത്ത് താമസിക്കുന്നവരായിരിക്കാം, അതും പറയാം. 2 പേര് 2 ഭൂഖണ്ഡങ്ങളിലായിരിക്കാം. ഒരാൾ ഇന്ത്യയിലായിരിക്കാം, ഒരാൾ ഇന്ത്യക്ക് വെളിയിലായിരിക്കാം. കേരളത്തിൽ തന്നെയാണെങ്കിൽ 2 ജില്ലകളിലായിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ എത്തുന്ന വിധത്തിൽ അങ്ങനെയുള്ള വ്യത്യാസവും വരാം. ഇനി ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ലൂണ ഇൻ കാർക്കിനോസ് എന്നാണ് പറയുന്നത്. അത് ലൂണയുടെ സ്വന്തം ഗൃഹമാണ്. ലൂണ മറ്റൊരു ഗൃഹത്തിൽ പോകുമ്പോഴാണ്, ഞാൻ പറഞ്ഞു ഇന്നലെ, അവിടെ ഹെർമിസോ അല്ലെങ്കിൽ മംഗളയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൂണയ്ക്ക് ഇടങ്ങറാവും. എന്നാൽ ഇവിടെ ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാനറ്റുകളുമായിട്ടും സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആൾക്കാരും ശത്രുവില്ല. അതുപോലെയുള്ള മനസ്സ് നമുക്ക് വേണമെന്നാണ് കാർക്കിനോസിലത്തെ ലൂണ പറയുന്നത്. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. ആ ശത്രു നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. കാരണം നമ്മുടെ സന്തോഷങ്ങളെയാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ നിമിഷവും അവരിങ്ങനെ നെഗറ്റീവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരതിൽ സന്തോഷിക്കുകയാണ്. ഏതേ പോയാലും അവർക്ക് സന്തോഷമാണ് കിട്ടുന്നത്, നമുക്ക് നെഗറ്റീവാണ്. അവർ ദ്രോഹിക്കുന്ന ഒന്ന്, പിന്നെ അവർ മനസ്സിലെപ്പോഴും നമുക്ക് ഇടങ്ങേറായി ദുഃഖമായിരിക്കുമ്പോൾ അത് പാടില്ല എന്നാണ് ലൂണ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിലും നിങ്ങളത് വിട്ടുകളയണം. നിങ്ങളോ അവരോ ശത്രുവിനെ ഭയപ്പെടുന്നുണ്ടെന്നാണ് ലൂണ സൂചിപ്പിക്കുന്നത്. ആ സമയത്താണ് ഡെവിൾ വരുന്നത്. അപ്പം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സാഹചര്യമോ ഒരാളോ ഒരു കാര്യമോ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ പറയാറുള്ളത് പോലെ ഓഫീസിൽ ഒരു എതിരാളി ഉണ്ടാവാം, വീട്ടിലൊരു എതിരാളി ഉണ്ടാവാം,
പങ്കാളി എതിരാളിയായി മാറാൻ സാധ്യതയുണ്ട്. അസൂയ കലർന്ന പ്രണയം, ഗോസിപ്പുകൾ ഉണ്ടാക്കുക, മിഥ്യാധാരണകൾ ഉണ്ടാക്കുക. ഇനി സ്വപ്നം കാണുമ്പോഴും ഈ ലൂണ കർക്കിനോസിൽ നിൽക്കും. നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കാണുന്നുണ്ട്. കിങ് കപ്പിന് ക്യൂൻ കപ്പാണല്ലോ വന്നിരിക്കുന്നത്. കിങ് കപ്പ് പ്രണയം തരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഉറപ്പുമായിട്ടാണ് ക്യൂൻ കപ്പ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരാൾക്ക് വേണ്ടി ജനിച്ചതാണ്. ഇനി ഇവിടെ ഡെവിൾ നിന്നാലും ഇനി ലൂണയുടെ ഗൃഹത്തിൽ മറ്റൊരാൾ വന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമല്ലാതെ വന്നാലും, കാരണം ചാരിയറ്റാണ് ഇവിടെ നിൽക്കുന്നത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയാക്കുന്ന ആളാണ്. തേരാളി നന്നായാലേ വഴി നന്നാവും എന്നാണ് പറയുന്നത്. അയാൾക്ക് വഴി നിശ്ചയമില്ലെങ്കിൽ ഏത് വഴി കൂടെയെങ്കിലും ഈ തേര് ഓടിക്കൊണ്ടിരിക്കും. അതാണ് കാർക്കിനോസിലെ ലൂണ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ഉറച്ച് വിശ്വസിക്കുക, രണ്ടുപേരും തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോവുക, ഇങ്ങനെ അകലം പാലിക്കാതിരിക്കുക, ബ്രേക്കപ്പ് സിറ്റുവേഷനുകൾ കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യമോ ഒരു വ്യക്തിയോ ഉണ്ടെന്ന്. അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുക, രണ്ടുപേർക്ക് മനസ്സിലാക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അവരെയും മനസ്സിലാവണം, അവർക്ക് നിങ്ങളെയും മനസ്സിലാവണം. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ യാത്ര രണ്ടുപേരും കൂടി തെളിക്കുമ്പോഴാണ് ഈ യാത്ര മുന്നോട്ട് പോകുക എന്നാണ് പോസിറ്റീവിൽ തന്നെ പറയാനുള്ളത്. രണ്ടുപേർക്കും അഡിക്ഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെ അഡിക്ഷനാണ്. അത് തന്നെയാണ് ഡെവിലിൻ്റെ കൂടെ ക്യൂൻ ഓഫ് കപ്പ് നിന്നാലും പറയുക. കിങ് ഓഫ് കപ്പിൽ നിൽക്കുന്നതും ക്യൂൻ ഓഫ് കപ്പിൽ നിൽക്കുന്നതും ഡെവിലിൻ്റെ എനർജിയാണല്ലോ, കൂടെ വന്നിരിക്കുന്ന ഡെവിലാണല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അഡിക്ഷനാണ്. ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ മറ്റേയാൾക്ക് സഹിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ചാരിയറ്റ് പറയുന്നു അത് യഥാർത്ഥ വഴിയിലൂടെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നു, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയില്ല. നിങ്ങളുടെ വഴി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, മറ്റൊരാളല്ല. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ വേറൊരാൾക്ക് നിയന്ത്രണം കൊടുത്തു കഴിഞ്ഞാൽ അത് തോന്നിയ വഴിക്ക് പോകുമെന്നാണ് ചാരിയറ്റ് ഇന്ന് പറയുന്നത്. കാരണം ചാരിയറ്റിൻ്റെ കൂടെയും ഡെവിളാണ് നിൽക്കുന്നത്. ഡെവിൾ നല്ല വഴി കൂടെ കൊണ്ടുപോയില്ലല്ലോ, നിങ്ങളെ നെഗറ്റീവായ വഴിയിലൂടെയല്ലേ. ഇപ്പോൾ പ്രലോഭനത്തിൻ്റെ പാമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർപ്പം പ്രലോഭിപ്പിച്ചത് കാരണമാണ് ഒരു ഹെവൻ നഷ്ടമായത്, സ്വർഗം നഷ്ടമായത് ആദത്തിനും ഹവ്വയ്ക്കും. അതുപോലൊരു സർപ്പമാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ നന്നായി പോണ്ടവരാണ്, നിങ്ങൾ മുജ്ജന്മ ഇണകളാണ്, നിങ്ങളൊരു സോൾ കണക്ഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ സംഗതികൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് മാറിപ്പോയില്ലെങ്കിൽ ഒരു പക്ഷേ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ആളെ മനസ്സിലാക്കുക, ആളാണെങ്കിൽ ആളെ മനസ്സിലാക്കുക, സാഹചര്യമാണെങ്കിൽ അത് മനസ്സിലാക്കുക. രണ്ടുപേരും രണ്ട് ജാതിയാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചില്ലേ, ജാതിയൊക്കെ മറന്നല്ലേ സ്നേഹിച്ച്. അപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. എതിർപ്പുമായിട്ട് ആരെങ്കിലും വന്നോട്ടെ, നിങ്ങളത് കണക്കിലെടുക്കേണ്ടെന്നാണ് ഇവിടെ പറയുന്ന പ്രപഞ്ചം. നിങ്ങൾക്ക് ജാതി മതം ഒന്നും കൽപ്പിക്കാത്ത ഒരു ബന്ധമാണ്, സോളുകളുടെ ബന്ധമാണ്. അത് രണ്ട് കുലത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവും, രണ്ട് സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാനോ മുന്നോട്ട് പോവാതിരിക്കാനോ കഴിയില്ല എന്നാണ് ഇവിടെ ഒരു ഡിവൈൻ കണക്ഷനാണ്, സ്പിരിച്വൽ ജേണിയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കർമ്മ വന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, കർമ്മയായിട്ട് വരുന്നത് നിങ്ങളെ അകറ്റാൻ വേണ്ടി നിങ്ങൾ തന്നെ മുജ്ജന്മങ്ങളിൽ എപ്പോഴും ദ്രോഹിച്ച ഒരാളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡെവിളിൻ്റെ രൂപത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അവർ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഒരാളോട് മറ്റേയാളെക്കുറിച്ച് മിഥ്യാധാരണകൾ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇനി നിങ്ങളുടെ ബന്ധം അറിയുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരികട കാണിച്ച് നിങ്ങളെ അകറ്റാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഡെവിളുണ്ടെങ്കിൽ ആ എനർജി നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകരുത്. കിങ് കപ്പ് ക്യൂൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്, ഹീലിയോസിൻ്റെ എനർജിയാണ്. അത് നിങ്ങൾ കളഞ്ഞിട്ട് ഈ ഡെവിളിൻ്റെ അല്ലെങ്കിൽ ക്രോണിസിൻ്റെ എനർജിയിലേക്ക് വരരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പുനർജന്മമോ അല്ലെങ്കിൽ ദൈവികമോ ആണെങ്കിൽ മറ്റൊന്ന് മരണമാണെന്ന് മനസ്സിലാക്കുക. അപ്പം മരണമാണോ വേണ്ടേ പ്രണയത്തിൻ്റെ? പുനർജന്മല്ലേ? അപ്പം നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഓരോന്നും നിങ്ങൾ തന്നെ വകഞ്ഞു മാറ്റണം, നിങ്ങളുടെ യാത്ര നന്നാക്കണം എന്നാണ് പറയുന്നത്. മറ്റതെല്ലാം നീങ്ങിപ്പോവാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വലിയ മല പോലെ കരുതുന്ന കാര്യങ്ങളൊക്കെ മഞ്ഞുപോലെ ഉരുകി പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഞാൻ കാർഡുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ആദ്യം വന്നിരിക്കുന്ന കിങ് കപ്പിൻ്റെ കൂടെ ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാൻ 5 കപ്പ് വെച്ചിരിക്കുന്നത്. ഡെവിളിന് ഇതൊക്കെയാണ് ആഗ്രഹം. നിങ്ങളെ വേർപെടുത്തണം, നിങ്ങൾ ദുഃഖിക്കണം, നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കണം, നിങ്ങളെപ്പോഴും വിരഹത്തിലും വിയോഗത്തിലും ആവണം. മരണമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ഒരു ഡെവിളാണ് നിൽക്കുന്നത്. അതിനാണ് 5 കപ്പ് ഡെവിളും കൂടി ഞാൻ ചേർത്ത് വെച്ചത്. ഡെവിളിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്.
ഒരു പക്ഷേ നിങ്ങൾ താൽക്കാലികമായിട്ടൊക്കെ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം ഈ ഡെവിളിൻ്റെ പണി കാരണം തന്നെ. അത് നിങ്ങൾ കാണച്ചലേ ആവില്ല, നിങ്ങളെ കാണാതെ പ്രാർത്ഥിച്ച് നെഗറ്റീവ് എനർജിയൊക്കെ തന്ന് ബ്ലാക്ക് മാജിക്ക് തന്ന് അകറ്റാനും ശ്രമിക്കും. ഇനി എല്ലാ രീതിയിലും ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ മരണമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ മീനത്തിലെ മംഗള പറയുന്നത്. മംഗള എന്ന് പറഞ്ഞാൽ തീക്കട്ടയാണെന്ന് ഞാൻ പറഞ്ഞു. ആ തീക്കട്ട വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് ഈ ഡെവിൾ. അപ്പോൾ അതെന്തായി? കരിക്കട്ടയായി മാറി, യാതൊരു എനർജി ഇല്ലാതായി മാറി. അങ്ങനെ ആവണം എന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. ഈ തേർഡ് പാർട്ടി ആരുമാവാം, പക്ഷെ അങ്ങനെ ആവുന്നില്ല നിങ്ങളെ എന്നാണ് പറയുന്നത്. നിങ്ങളെ അങ്ങനെ ആക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം രണ്ടാളും ഭയങ്കര എനർജറ്റിക്കാണ്. നിങ്ങൾ കത്തി നിൽക്കുന്നവർ തന്നെയാണ്. അതാണ് കിങ് കപ്പിലും ക്യൂൻ കപ്പിലും നിൽക്കുന്നത്. രണ്ടുപേരുടെയും മനസ്സൊന്നും തളർത്താൻ ഇവർക്ക് സാധിക്കില്ല. കാരണം പങ്കാളികളിലുള്ള വിശ്വാസമാണ് അതിന് കാരണം. അതപ്പുറത്ത് പോയി ഗോസിപ്പ് പറഞ്ഞാലും കള്ളത്തരം പറഞ്ഞാലും നുണ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. വലിച്ചയച്ചു കൊണ്ടുപോകുന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയാണ്. പങ്കാളിക്ക് ഇഷ്ടമില്ലാതെ വലിച്ചയച്ചു കൊണ്ടുപോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് പങ്കാളികൾ തന്നെയാണ് ഡെവിളിൻ്റെ പോലെ നിൽക്കുന്നത്. ഒന്നിനും സമ്മതിക്കാതെ. എന്നാൽ അവർ സ്നേഹിക്കുക അതുമില്ല. അവർ സ്നേഹിക്കാത്ത കാരണമാണ് മറ്റൊരാളെ സ്നേഹിക്കാൻ മനസ്സ് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ പോയാൽ അതിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡെവിളാണ് ഇവിടെ മേ ബി എന്ന കാർഡിൽ വലിച്ചയച്ചു കൊണ്ടുപോകുന്ന കാർഡ് വന്നിരിക്കുന്നത്. അത് ഹേഡിസ് പെർസഫോൺ എന്ന് നമുക്ക് വെറുതെ പറയാന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ലൈഫ് വളരെ പോസിറ്റീവായിരുന്നു പിന്നീട്. എന്നാലും കഥയിൽ പറയുന്നത് ഹേഡിസ് പെർസഫോണിന് താല്പര്യമില്ലാതെ കൊണ്ടുപോയിട്ട് വിവാഹം കഴിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഹേഡിസിന് എപ്പോഴും സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അതല്ല. നിങ്ങളിൽ ഒരാളെ സ്വന്തം പങ്കാളിയായിട്ട് നെഗറ്റീവായി മിസ്യൂസ് ചെയ്യുന്ന ഒരു പങ്കാളിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കാവാം അവർക്കാവാം. അങ്ങനെ ഒരു പങ്കാളിയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ 8 വാണ്ട് വെച്ചിരിക്കുന്നത്. 8 വാണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോകുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് 1000 ആവർത്തി നിങ്ങളിലേക്ക് വരുന്ന ഒരാൾ, വായു വേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരാളാണ്. 8 വാണ്ടെന്ന് പറഞ്ഞാൽ ഒരു വടി വലിച്ചെറിഞ്ഞാൽ അത് ഇത്ര വേഗത്തിലാണ് മറുഭാഗത്ത് എത്തുകയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങളുടെ കാർഡാണ് 8 വാണ്ട്. അഭിലാഷങ്ങൾ, അഭിനിവേശങ്ങൾ, അവിടെയും കുറച്ച് ഫിസിക്കൽ താല്പര്യം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എത്രയും പെട്ടെന്ന് സഫലമാവണം, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ മറ്റൊരാൾ പിടിച്ചു വലിച്ച് നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സാഹചര്യങ്ങളും ആവാം നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത്. പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു, 1000 വട്ടം എത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ 8 വാണ്ട് പറയുന്നത്. 5 കപ്പ് ഞാൻ ഡെവിളിൻ്റെ കൂടെയാണ് വെച്ചത്. നിങ്ങൾക്ക് നഷ്ടം, ദുഃഖം, ഭയം, ഖേദം, നിരാശ എല്ലാമാണ് ഇവിടെ വരുന്നത്. വിയോഗം, വിരഹം, ഇതൊക്കെയാണ് ഡെവിളിന് ആഗ്രഹമെങ്കിൽ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ആളുടെ കൂടെ പോകുന്ന ആളുടെ ആഗ്രഹമാണ് 8 വാണ്ടിൽ പറയുന്നത്. ഇനി അടുത്തതാണെങ്കിൽ പേജ് കപ്പാണ്. പേജ് കപ്പും ചാരിയറ്റും കിങ് കപ്പും കൂടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പേജ് കപ്പെന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ നിറവേറുന്നൊരു നിമിഷത്തിന് വേണ്ടി പോസിറ്റീവായിരിക്കുന്ന കിങ് കപ്പ്. അപ്പം നടക്കുന്ന അയാൾക്കറിയാം. അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലും. കാരണം 6 കപ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്. 6 കപ്പിൻ്റെ അടുത്താണ് ക്യൂൻ ഓഫ് കപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷണലാണ്, മാനസികമായി വൈകാരികമായി ഒന്നായ ആളുകളാണ്. ശാരീരികമായി അകന്നോട്ടെ, ശാരീരികമായി ഒന്നിച്ച് കാണാൻ പോലും കിട്ടാത്ത ഒരു സ്ഥലത്തായിക്കോട്ടെ, ഭൂമിയുടെ 2 കരകളിലായിക്കോട്ടെ, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളെപ്പോഴും ഒന്നാണ്. അല്ലെങ്കിൽ ഒരാൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അവസാനം വരെയും കാത്തിരിക്കുമെന്നാണ് രണ്ടുപേരും പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അവിടെ ഈ ഡെവിളിന് തകർച്ച സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ചാരിറ്റി പറയുന്നത് തേരാളി നന്നായാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും എന്നാണ് ഇന്ന് പോസിറ്റീവിൽ പറയാനുള്ളത്. ഇനി ടവറാണ്. ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാവാം ഇപ്പോൾ, അല്ലെങ്കിൽ അതിലായിരിക്കാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 2 ജാതിയായിരിക്കാം. ഒരാൾ സവർണരും മറ്റേ ആൾ അവർണരും ആയിരിക്കാം. അത് ഡെവിളാണ്. ഇനി അഡിക്ഷനാണ് 2 പേർക്കും. അത് ഡെവിളിൻ്റെ എനർജിയാണ്. ആസക്തികളാണ്, അത് ഡെവിളിൻ്റെ എനർജിയാണ്. വീട്, വസ്തു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ പങ്കാളിയുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക, ആഡംബരപ്രിയ ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, മെറ്റീരിയൽ വേൾഡാണ് ഡെവിളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള മെസ്സേജ്. എന്നാൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദ്രോഹിക്കുന്ന ആരോ ഉണ്ട്. ആ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അവരാണ് നിങ്ങളെങ്ങനെ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവരാൽ കഴിയുന്ന മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്.
പക്ഷെ നിങ്ങളതിൽ പെടില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. അവരുടെ തരികടയിലൊന്നും നിങ്ങൾ വീഴാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ ഒന്നാവും എന്നുള്ളത്. അതാണ് വേണ്ടത് എന്നാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് ലൂണ സ്വന്തം രാശിയിലാണെന്ന് നിൽക്കുന്നത്. ലൂണ എന്ന് ഞാൻ വിശേഷിപ്പിക്കാറ് പ്രണയത്തിനെ തന്നെയാണ്. പ്രണയത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൂണ നിങ്ങൾക്ക് സൂചന തരുന്നത് അത് ഈ ചാരിയറ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം കളയണ്ട, നിങ്ങളെ ഞാൻ ലക്ഷ്യത്തിൽ എത്തിച്ചു തരാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രണയം തന്നെയാണ് ഈ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്കും ആ പ്രണയത്തിൽ ഒരു വിശ്വാസക്കുറവുമില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു മറ്റേയാൾ എന്ന ആ പോസിറ്റീവ് എനർജിയാണ് ചാരിയറ്റിൽ വന്നിട്ടുള്ള ലൂണ പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഒന്ന് ബ്രേക്കപ്പ് ആയാലും അതിൽ നിങ്ങൾ പേടിക്കേണ്ട. കാരണം പേജ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അതിലും ലൂണ നിൽക്കുന്നുണ്ട്. ലൂണ പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുന്നു. ഇവിടെ ഹെർമിസും ലൂണയും തമ്മിൽ ഭയങ്കര ലോകിയാണ്. ഇവിടെ ലൂണയുടെ കൂടെ ഹെർമിസ് നിൽക്കുന്നുണ്ട്. ഇന്നലെ വിരോധമായിരുന്നു, ഇന്ന് ലോക്യത്തിലാണ് നിൽക്കുന്നത്. കാരണം ഹെർമിസ് ഇന്ന് സന്ദേശവാഹകനായി ദേവനായിട്ടാണ് നിൽക്കുന്നത്. ചില ഭാവങ്ങളാണ്, നമുക്ക് തന്നെ പല ഭാവങ്ങളുണ്ട്. ദേഷ്യത്തിൻ്റെ ഉണ്ട്, പ്രണയത്തിൻ്റെ ഉണ്ട്, വിരഹത്തിൻ്റെ ഉണ്ട്, ദുഃഖത്തിൻ്റെ ഉണ്ട്, ഇതൊക്കെ ഇല്ലേ? അതുപോലെ ഓരോ ഭാവങ്ങളിലാണ് ഈ പ്ലാനറ്റുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലുള്ള എനർജികൾ വരുന്നത്. ഇന്ന് ഹെർമിസും ലൂണയും എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സന്ദേശം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പേജ് കപ്പ് പറയുന്നത്. നിങ്ങൾ വളരെ സെൻസിറ്റീവാണെന്നാണ് ലൂണ പറയുന്നത്. മനസ്സിൻ്റെ കാരകനാണ് ലൂണ. അപ്പോൾ ഈ സെൻസിറ്റീവായ ആളെ തളർത്താൻ ഡെവിളിന് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ആവരുത്, നിങ്ങളിത്തിരി എനർജറ്റിക് ആവൂ എന്നാണ് ലൂണ തരുന്ന സന്ദേശം. അപ്പോൾ ഇന്നൊരു സന്ദേശം വരുമെന്നാണ് പോസിറ്റീവിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബമുണ്ട് എന്നുള്ളതാണ്. പേജ് കപ്പ് മറ്റൊരു പ്രണയത്തിലേക്ക് പോയി എന്നാണ്. 5 കപ്പ് നിങ്ങൾക്ക് വിരഹമായി എന്നാണ്. ഡെവിൾ 3 ബന്ധങ്ങളെങ്കിലും ഫിസിക്കലായി ഉണ്ട് എന്നാണ്. ചാരിയറ്റ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ പോയി എന്നാണ്. ടവർ നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു വീണു എന്നാണ്. 6 കപ്പ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരുമായിട്ടോ ആണ് അവർക്ക് പ്രണയം എന്നാണ്. ഓർമ്മകൾ മാത്രമായി നിങ്ങൾക്ക് എന്നാണ്. 8 എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് നിങ്ങളിൽ നിന്ന് അവർ അകന്നു പോയത് എന്നാണ്. ഇനി ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാണ്. ഇനി മേ ബി എന്നുള്ളത് അവരെ മറ്റൊരു അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇനി പോസിറ്റീവിലും ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവിലും പറയാത്തൊരു കാർഡുണ്ട്. അത് ഫുൾ കാർഡാണ്. പോസിറ്റീവിൽ പറയുകയാണെങ്കിൽ കിങ് കപ്പിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിനാണ് തോന്നൂ, നിങ്ങൾ ഈ യാത്ര തുടരൂ, നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ കൺട്രോളിലാക്കൂ എന്ന് പറയുന്നതാണ് ചാരിയറ്റ്. അതിൻ്റെ കൂടെ ലൂണ വന്നാൽ പറയുകയാണ് നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിക്കരുത്, നിങ്ങളുടെ മനസ്സിപ്പോൾ ബ്ലാങ്ക് ആണ്, അത് പാടില്ല എന്നാണ്. എന്നാൽ നെഗറ്റീവ് പറയാനുള്ളവരോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്, അവരിട്ടിട്ട് പോയി, അവർ നിങ്ങളോട് കാണിച്ചതെല്ലാം തരികിടയാണ് എന്നാണ്. അതാണ് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകളുള്ളത്. പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ കിങ് കപ്പ് പറയുന്നു എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ലല്ലോ, എന്താണ് ഞാൻ വേണ്ടത് എന്ന് ആ ചിന്ത, കൺഫ്യൂഷനാണ്, ബ്ലാങ്കായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. എങ്കിൽ നെഗറ്റീവിൽ പറയുന്നത് നിങ്ങളോട് അവർ ഭയങ്കര തരികടയാണ് കാണിച്ചതെന്നുള്ളതാണ്. ഇത് രണ്ടും പറയാം നമുക്ക്. എന്നിട്ട് നമുക്കിനി അടുത്ത മെസ്സേജിലേക്ക് പോവാം. 2 പേർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവുള്ള ആളുകളും ഉണ്ടാവാം, പോസിറ്റീവുള്ള ആളുകളും ഉണ്ടാവാം. എൻ്റെ റീഡിങ് കേൾക്കുന്നവർക്കറിയാം ഞാൻ പോസിറ്റീവും പറയാറുണ്ട് നെഗറ്റീവും പറയാറുണ്ടെന്ന്. ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനത്തെ എനർജി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഏതെങ്കിലും റീഡിങ്ങിൽ. ഇതുപോലെയുള്ള ആളുകൾ കാണാൻ വന്നതുകൊണ്ടായിരിക്കാം നെഗറ്റീവായ മെസ്സേജ് വന്നിട്ടുണ്ടാവുക. അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾക്ക് നെഗറ്റീവ് തരണം എന്ന് വിചാരിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അതെൻ്റെ ചാനലിനെ ഡൗൺ ആക്കും, പ്രൈവറ്റ് റീഡിങ് കുറയും എന്നൊക്കെ അറിയുന്ന ഞാൻ മനഃപൂർവ്വം നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കുകയോ? ഇവിടെ വരുന്ന കാർഡിൻ്റെ എനർജി എന്താണോ അത് തന്നെയാണ് ഞാൻ തരുന്നത്. അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ഇന്നൊരു നല്ല മെസ്സേജും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. നിങ്ങൾക്ക് വല്ലതും അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൈവറ്റ് റീഡിങ്ങിനും കാശ് തന്നു എന്ന് പറഞ്ഞ് ഞാൻ പോസിറ്റീവ് ഒന്നും പറയില്ല. ഇവിടെ നെഗറ്റീവാണ് കിട്ടുന്നത് എങ്കിൽ അത് തന്നെ പറയൂ, ഇനി പോസിറ്റീവാണ് കിട്ടുന്നത് എങ്കിൽ അത് തന്നെ പറയൂ. എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, കാർഡുകളുടെ അർത്ഥമാണ് പറയുന്നത്, അല്ലെങ്കിൽ വരുന്ന എനർജിയാണ് പറയുന്നത്. ഇനി പരിഹാരം വേണമെങ്കിൽ ചെയ്തു തരും, അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. നല്ലൊരു കമൻ്റ് ഇടാൻ പറഞ്ഞാൽ ആരും കമൻ്റ് ഇടില്ല. എന്നാൽ നെഗറ്റീവ് കമൻ്റ് പറയാതെ തന്നെ വന്നിട്ട് ഏതിലാണ് ഗ്യാപ്പ് എന്ന് നോക്കിയിട്ട് പറയുക. അത് രാവിലെ ഞാൻ 7 മണിയോ
6 മണിയോ ആ സമയത്ത് ഫോണൊന്ന് ഓണാക്കിയപ്പോൾ ഈ കമൻറ്റാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം മുഴുവൻ ഡൗൺ ആവാൻ അത് മതി. പക്ഷേ ഞാൻ അതിൻ്റേതായ രീതിയിലേ എടുത്തുള്ളൂ. എനിക്കത് എടുക്കാതെയും വിട്ട് കളയാനും അറിയുന്നതുകൊണ്ട് അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അത്തരം നേരത്ത് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതിരിക്കുക. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പണികൾ തുടങ്ങുന്നു, ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ്. ആ സമയത്ത് തന്നെ കുറ്റം പറയാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ്. റീകൺസിലേഷനാണ്. അർജുനനും സുഭദ്രയുമാണ്. ആരോ 2 പേര് സെപ്പറേഷൻ വന്നു, ഞാൻ മാറ്റി വയ്ക്കുന്നില്ല, അപ്പോൾ വേറെ ഏതെങ്കിലും കാർഡിൽ വരും. ഇന്നലെ തുടങ്ങിയതാണ് ഈ കാർഡ് എൻ്റെ കയ്യിൽ കിടന്ന് കളിക്കാൻ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആരോ സെപ്പറേഷൻ ആയവരുണ്ട്, അതുകൊണ്ടാണ് ആ കാർഡ് വരുന്നത്. ഈ സമയത്ത് ഇന്നലെ ഇന്നോ ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരോ ഉണ്ട്, ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം സീതയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആരാണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അത്തരം ആളുകൾക്ക് റീഡിങ് എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വരിക. വേണമെങ്കിൽ ഞാൻ പരിഹാരം കൂടി ചെയ്തു തരാം. വേണമെങ്കിൽ സമീപിക്കുക. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. വൃശ്ചികത്തിലെ ഹീലിയോസ് പറയുന്നു പക്ഷാഘാതത്തിന്. ഇനി നാഡീ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോസിഡോൺ അതാണ് പറയുന്നത്. ഉത്കണ്ഠ, ഭയം, മാനസിക രോഗം, വിഷാദ രോഗമൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു എനർജി അത് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഗർഭാശയ, അണ്ഡാശയ, സ്തന ഫൈബ്രോയിഡുകൾ, മഞ്ഞപ്പിത്തം, കരൾ രോഗം, മൂത്രാശയ രോഗങ്ങൾ, അണുബാധ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി ജോലി പറയുന്നത് ഹോട്ടലാണെന്ന് പറയുന്നുണ്ട്, ഗതാഗതമാണെന്ന് പറയുന്നുണ്ട്, തപാൽ വകുപ്പാണെന്ന് പറയുന്നുണ്ട്, സർക്കാർ ജോലികളെല്ലാം പറയുന്നുണ്ട്, പോലീസ്, പട്ടാളം പറയുന്നുണ്ട്, എഴുത്തുകാരും വന്നിട്ടുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോന്ന് കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്ത പണമാവാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുകയായിരിക്കാം, അതും അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടുകയായിരിക്കാം. എന്തോ ഒന്ന് നിങ്ങൾ വിചാരിക്കാത്തൊരു മിറാക്കിൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. പങ്കാളിയിൽ നിന്നൊരു മെസ്സേജ് വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകാൻ കാത്തിരിക്കുന്നവർക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഡീറ്റെയിൽ തന്നാൽ നിങ്ങൾ പണമടയ്ക്കുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിംഗ് തരുന്നു. ഒരു സംശയവും വേണ്ട. ഇവിടെ സത്യസന്ധമായിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങളെ ഒരു കുടുക്കിൽ മാത്രം കൊണ്ടുചെന്നിടുന്ന ഒരു റീഡിങ്ങും ഇവിടെ തരില്ല, മനസ്സിലാക്കുക. വെഡ്ഡിംഗ് ആണ് വന്നിരിക്കുന്നത്. സോൾമേറ്റ് വിളിക്കും എന്ന് പറയുന്നുണ്ട്. റിലീസ് യുവർ എക്സ് എന്നാണ് പറയുന്നത്. യു ഡിസർവ് ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രണയിച്ചവരെ ഇപ്പോൾ തൽക്കാലം അവരൊന്ന് മാറി നിന്നപ്പോൾ അവരെ മറക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്ന ഒരാളോട് പറയുന്നു നിങ്ങൾക്ക് അർഹത ഉണ്ട്, ആ വിവാഹം നടക്കുമെന്ന്. അതൊരു പോസിറ്റീവ് മെസ്സേജ് അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടുന്നതല്ലേ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി വേറെ പറയുകയാണെങ്കിൽ ചിലർക്ക് കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരോട് പറയുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെ കളയുമെന്ന്. ചിലരോട് പറയുന്നു നിങ്ങളുടെ സോൾമേറ്റ് വിളിക്കുന്നു. ചിലരോട് പറയുന്നു നിങ്ങൾക്ക് അർഹത ഉണ്ടെന്ന്. ഇങ്ങനെ വേറെ വേണമെങ്കിൽ പറയാം. റീകൺസിലേഷൻ 2 വട്ടമാണ് വന്നത്. അപ്പോൾ 6 എന്ന അക്ഷരം റിപ്പീറ്റായി വന്നു. മൂവ് ഓൺ ചെയ്ത ആളുകളും ഉണ്ട്. അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത ആൾക്ക് റീകൺസിലേഷൻ വേണമെന്ന ആഗ്രഹമായിരിക്കാം. ഏതൊക്കെ അക്ഷരങ്ങൾ റിപ്പീറ്റായി വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിത് പറയുന്നതിൻ്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഒന്ന് മാത്രം ഞാൻ നോക്കി. സെപ്പറേഷൻ എന്ന കാർഡ് ഇന്നലെ വന്നു, അത് മാറ്റി വെച്ചു. വേറൊരു കാർഡിൽ നിന്ന് വന്നു, നടന്നില്ല. ഇന്നും അതേ കാർഡ് തന്നെ വന്നു. അതുകൊണ്ട് ഞാനത് മാറ്റി വയ്ക്കാൻ പോയില്ല. അപ്പോൾ ഇവിടെ ഒരു അസാധാരണമായ എനർജിയാണ് വരുന്നത്. ദിവസം പറയണമെന്നില്ല, നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ വന്നിട്ടാണ് നെഗറ്റീവ് പറയുന്നത്. തീർച്ചയായും അവർക്ക് നെഗറ്റീവായ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം കമൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾ സഹകരിക്കാത്ത കാരണം എൻ്റെ ഒരു ചാനൽ ഡൗണായി, അത് കളയേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇതും ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നേ പറഞ്ഞുള്ളൂ. കാരണം അതിൽ ഞാൻ ഒരു നെഗറ്റീവും പറഞ്ഞിട്ടല്ല, അതിൽ എഴുതുന്ന മെസ്സേജ് മാത്രമാണ് ഇട്ടിരുന്നത്. എന്നിട്ടത് പോയി. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ടാണ് അത് പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പോയി. ഇനിയിപ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ പോവും, അത്രയേ ഉള്ളൂ. നിങ്ങൾ സഹകരിച്ചാൽ മാത്രമാണ് നിലനിൽക്കൂ. കാരണം എനിക്ക് റീഡിങ് ചെയ്യാൻ മാത്രമേ പറ്റൂ. സപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുജനാണ്. ഞാൻ സുഖിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല. ഇവിടെ കിട്ടുന്ന കാർഡിൻ്റെ അർത്ഥം മാത്രമേ പറയൂ. എന്നാൽ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാമല്ലോ. നിങ്ങൾക്ക് നല്ല അനുഭവമാണെങ്കിൽ പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് അനുഭവമാണെങ്കിൽ നെഗറ്റീവ് കേൾക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.